എന്നിട്ട് നിന്റെ മോൻ പറയുന്നു എന്റെ മോനെ തല്ലണം. ഞാൻ പണം ചെലവാക്കി ഉണ്ടാക്കിയ പള്ളിക്കൂടത്തിൽ വെച്ചു. കണ്ടപ്പോഴേ മനസ്സിലായി, ഞാൻ എലിസബത്തിന്റെ ചേട്ടനെ അറിയും. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കുറച്ചു ദിവസം മുമ്പ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ചേട്ടനൊരു മണി ഓർഡർ അയച്ചിരുന്നില്ലേ? അത് കോപം ദൗർബല്യമാകും, ക്രോധം ദൗർബല്യമാകും. How dare you? നോ, ക്ഷോഭിക്കരുത് സ്വാമിജി. കോപം ദൗർബല്യമാണെന്ന് അങ്ങ് ഇപ്പൊ പ്രസംഗിച്ച് നിർത്തിയതേ ഉള്ളൂ. മാധവൻ, വാട്ട് നോൺസെൻസ്! ഇരിക്കുക. ദാ ഇത് വെച്ചോളൂ. ക്ഷോഭം വരുമ്പോ ജപിച്ചോളൂ, ആശ്വാസം കിട്ടും. സ്വാമി അമൂർത്താനന്ദജി, അമൂർത്താനന്ദ പീഠ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇൻ പർസ്യൂട്ട് ഓഫ് ഭാരതീയ കൾച്ചർ, സോഷ്യൽ, ഹിസ്റ്റോറിക്, വേദിക് ആൻഡ് താന്ത്രിക്. തേങ്ങാ കൊല. എടോ, വിവരമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്, a saint can be a rascal, but a rascal can never be a saint. സന്യാസിക്ക് തെമ്മാടിയാവാം, പക്ഷെ ഒരു തെമ്മാടിക്ക് ഒരിക്കലും ഒരു സന്യാസിയാവാൻ കഴിയില്ലെന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിലും കന്നിമര മാർക്കറ്റിലും എല്ലാം 1.5 അണയ്ക്ക് കഞ്ചാവ് വിറ്റ് നടന്നിരുന്ന പഴയ ഒരു ചരിത്രമില്ല തനിക്ക്. അത് തെളിയിച്ചിട്ടേ ഈ മാധവൻ തിരിച്ചു പോകൂ. ആയുഷ്മാൻ ഭവ. ഇന്ത്യൻ ബഹിരാകാശ തന്ത്രങ്ങൾ ചോരുന്നു. വിദേശചാര സുന്ദരിമാർക്കൊപ്പം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ഭാരതം അപകടത്തിൽ. യാതൊരു ബേസും ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചാൽ ഇവരുടെയൊക്കെ ഫാമിലീസ്, സോഷ്യൽ ലൈഫ്, രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വാഴയ്ക്കാത്തലി. എടോ നന്ദൻ, ആരുടെയൊക്കെ എന്നാക്കം ഒടിഞ്ഞാലും ശരി, പറഞ്ഞല്ലോ, ഐ വാണ്ട് എ സർക്കുലേഷൻ ബുക്ക്. എനിക്ക് 10 ലക്ഷം പത്രം അടിച്ചു വിൽക്കണം, പരസ്യറേറ്റ് കൂട്ടണം, കൊച്ചുമക്കൾക്ക് വേണ്ടി 10 ഏക്കർ മിച്ചം പിടിക്കണം. അതാ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഈ പാട്ടത്തി കുടുംബക്കാരുടെ ഒരു പത്രധർമ്മം. എന്ന് മനസ്സിലായോ അതെനിക്ക്? ഇല്ല സർ, ഐ ഡിഡ് നോട്ട് ഗെറ്റ് യു. ഇല്ലാത്ത ചാരസുന്ദരിയുടെ ഹോട്ടൽ മുറിയിലെ കിടക്കവിരിയിൽ എത്ര പേരുടെ വിയർപ്പിറ്റു, എത്ര തുള്ളി രേതസിറ്റു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ്, സിക്കനിങ്, റിപ്പൾസീവ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ കൊണ്ട് സർക്കുലേഷൻ ബൂമുണ്ടാക്കുന്ന പത്രധർമ്മത്തിന്റെ പടിന്യായങ്ങളും എനിക്ക് മനസ്സിലാവില്ല. For they are too tough for my convictions to grasp. For they are too difficult for my conscience to digest. So Nandan, please sir, ഇല്ലാത്ത രാജ്യദ്രോഹ കഥകളിലും ഇല്ലാത്ത വാണിഭ കേസുകളിലും പ്രതികളെന്ന് മുദ്രകുത്തി പ്രായം തികഞ്ഞ സ്വന്തം പെൺമക്കളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത ഗതികേടിൽ പലരെയും ജീവിതത്തിൽ നിന്ന് പടിയിറക്കി പിണ്ണം വെച്ചിട്ടുണ്ട് അങ്ങയുടെ ഈ മഹാപാരമ്പര്യമുള്ള പത്രം. നന്ദൻ, വെറും ഒരു കുഴിവിത്തരം വേവിച്ചോടല്ല കേരള ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചാനോടാ താനി സംസാരിക്കുന്നത്. സോ സ്റ്റോപ്പ് ദ നോൺസെൻസ്. തനിക്ക് സമ്മതമാണെങ്കിലും ശരി, അല്ലേലും ശരി, വരുന്ന തിങ്കളാഴ്ച മുതൽ കേരള സ്പീഡ് അച്ചടിച്ചു തുടങ്ങും ഈ ചാരക്കഥ. എന്താ, തയ്യാറുണ്ടോ താൻ? ജസ്റ്റ് കോടതിയുടെ ഔദാര്യം കൊണ്ടുണ്ടായ വിജയത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് തള്ളി ഞെളിയല്ലേ. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണിത്. നരകം മണക്കുന്ന കാളരാത്രികൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും. നിയമം തോറ്റെങ്കിലും നരിമാൻ ബാക്കിയുണ്ട്. ഡെയർ ഹിം നോട്ട്, പ്രൊവോക്ക് ഹിം നോട്ട്, ചാലഞ്ച് ഹിം നോട്ട്. വേലിക്കു വെളുപ്പാങ്കാലം, താലിക്കു കുരുത്തോല, കോടിക്ക് കന്നിനിലാവ്, സിന്ദൂരത്തിനു മൂവന്തി, കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. വേലിക്കു വെളുപ്പാങ്കാലം, താലിക്ക് കുരുത്തോല.
ബിജെപിയുടെ താരപ്രചാരകൻ സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചു. കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് നാമനിർദ്ദേശം. ഗോപിയുടെ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ അറിയിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടായേക്കുന്ന. അത് സുരേഷ് ഗോപിക്കുള്ള സമ്മാനമായിട്ടുള്ള, അത് കേരളത്തിനുള്ള സമ്മാനം എന്നാണ് പ്രധാനമന്ത്രി വിചാരിക്കുന്നത്. സുരേഷ് ഗോപി, having been nominated a member of the Council of States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയല്ല, ഒരു സാധാരണ പൗരനായി അഭ്യർത്ഥിക്കുകയാണ്. കർമ്മനിരതരായ നിയമപാലകരായി നിങ്ങൾ ഈ ഭരണത്തിന്റെ കൂടെ നിന്നാൽ ഈ മലയാള മണ്ണിനെ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാം.